ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. അമേരിക്കൻ അധിനിവേശത്തിനെതിരെ സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സമരവും അവകാശ ദിനാചരണവും നടത്തി. കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിന് മുൻവശത്ത് വെച്ച് നടത്തിയ ജനകീയ പ്രതിഷേധ സമരത്തിന്റെയും അവകാശ ദിനാചരണത്തിന്റെയും ഉദ്ഘാടനം കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് KV വസന്തകുമാർ നിർവഹിച്ചു. എന്താണ് ഈ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. വലിയ രാജ്യസ്നേഹമൊക്കെ പ്രസംഗിക്കുന്ന ഈ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് രാജ്യത്തെ ജനദ്രോഹ നയം നടപ്പിലാക്കി ജനങ്ങളെ ദ്രോഹിക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളെല്ലാം നാശത്തിലേക്ക് പോകും. ഈ കരാറ് രാജ്യത്തിന്റെ അടിത്തറ തന്നെ തകർക്കുന്ന രീതിയിലുള്ള ഒരു കരാറാണ് കൊണ്ടുവരാൻ പോകുന്നത്. സംയുക്ത കിസാൻ മോർച്ച രാജ്യത്തെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു രാജ്യസ്നേഹപരമായ തീരുമാനമല്ല, രാജ്യദ്രോഹപരമായ തീരുമാനമാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഈ 2 കരാറിലൂടെ നടപ്പിലാക്കാൻ പോകുന്നത്. 73% കൃഷിക്കാരുള്ള ഒരു രാജ്യം. നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിലൂടെ സൂചിപ്പിച്ചു, നരേന്ദ്രമോദിയുടെ സംഘപരിവാറിന്റെ ഗവൺമെന്റ് രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ കാർഷികോൽപ്പന്നങ്ങൾക്ക് ഒരു സ്ഥിരവില സംവിധാനം രാജ്യത്തുണ്ടാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന സംഘപരിവാറിന്റെ ഗവൺമെന്റ് 3ാം വട്ടം അധികാരത്തിൽ വന്നിട്ടും കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വേണ്ടി ഒരു സ്ഥിരവില സംവിധാനം രാജ്യത്തുണ്ടാക്കിയില്ല എന്നൊരു വസ്തുത നമ്മുടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും അറിയാവുന്നതാണ്. കർഷക സംഘം ഏരിയ സെക്രട്ടറി MS മോഹനൻ അധ്യക്ഷത വഹിച്ചു. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് 10,000 രൂപയായി കർഷകർ ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുള്ള പെൻഷനും സഹായം ചെയ്യാൻ നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നുള്ളതാണ്. അങ്ങനെയുള്ള ന്യായങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് രാജ്യത്തെ ഭരണകൂടം ഈ നാട്ടിൽ പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായം നൽകുന്നില്ല. പട്ടികജാതി വിഭാഗത്തെ, കർഷകരെ, തൊഴിലാളികളെ, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ, സ്ത്രീകളെ എല്ലാം അടിച്ചമർത്തുന്ന ഒരു ഭരണകൂടമാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ നിന്നെല്ലാം ഉയർന്നു വരുന്ന അതിശക്തമായ പ്രതിഷേധങ്ങളെ കണ്ടില്ല എന്ന് നടിക്കാൻ മോദി സർക്കാരിന് കഴിയില്ല. നമുക്കറിയാമല്ലോ, 371 ദിവസത്തെ സമരത്തിലൂടെയാണ് മോദി സർക്കാർ കൊണ്ടുവന്ന കർഷക വിരുദ്ധ നയങ്ങളായിട്ടുള്ള 3 ബില്ലുകളും പിൻവലിപ്പിച്ചുകൊണ്ട് മോദി സർക്കാരിന്റെ മുട്ട് താഴെ വെപ്പിച്ചുകൊണ്ട് മാപ്പ് പറയിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങളോട്, കർഷകരോട് മാപ്പ് പറയിപ്പിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയത്. ട്രംപ് ഭരണകൂടം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ പ്രതികാര ചുങ്കം പിൻവലിക്കുക, മോദി സർക്കാർ ട്രംപിന്റെ നടപടിക്കെതിരെ ശക്തമായ ഇടപെടൽ നടത്തുക, ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ ഇന്ത്യ വിടുക, കോർപ്പറേറ്റ് കമ്പനികൾ കൃഷി ഉപേക്ഷിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം നടത്തിയത്. കർഷക തൊഴിലാളി സംഘടനാ നേതാക്കളായ TK രമേശ് ബാബു, AS സിദ്ധാർത്ഥൻ, EG സുരേന്ദ്രൻ, TK രാജു, PP സുഭാഷ്, ജോസഫ്, സുനന്ദ രാജൻ, TN ഹനോയ്, CK ഗിരിജ, MG കിരൺ, VK കൊച്ചുമൊയ്തീൻ, MD സുരേഷ്, KM സലീം, KK വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു.